വരുന്നവരെല്ലാം വാങ്ങുന്നത് സുവനീറാണ്. പിന്നീട് കാണുമ്പോൾ ലാൽ ജോസും അതുകൂട്ട് 2-3 സുവനീർ ടീഷർട്ടൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് ഞാൻ കണ്ടു. ഞാൻ ഇത്തരം സാധനങ്ങൾ എപ്പോഴും വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരാളൊന്നുമല്ല. ഞാനതിൻ്റെ എല്ലാം ദൃശ്യങ്ങൾ പകർത്തിയെടുത്ത് എൻ്റെ യാത്രയിലെ ദൃശ്യങ്ങളും സഞ്ചാരത്തിൻ്റെ ഓരോ എപ്പിസോഡുകളുമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നടത്തിയ യാത്രകളുടെ സുവനീറുകൾ. അതിങ്ങനെ 10,000-2000 എപ്പിസോഡുകളായിട്ട് എൻ്റെ ആർക്കൈവ്സിലും യൂട്യൂബിലും ചാനലിലെ പരിപാടികളായിട്ടും ഒക്കെ വീണ്ടും വീണ്ടും വരുമ്പോൾ അതൊരു സുവനീർ തന്നെയാണല്ലോ യഥാർത്ഥത്തിൽ. പിന്നെ വീണ്ടും നടന്ന് ഈ ഓഫ് റോഡ് ടൂറുകൾ, അതുപോലെ തന്നെ ചില ബസ്സുകളുണ്ട്, മരം കൊണ്ടൊക്കെ പണിത ബസ്സുകൾ. സെഡോണയിലെ പല കാഴ്ചകളിലേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന ചില ബസ്സുകളുണ്ട്, മരം കൊണ്ട് പണിത ബസ്സുകൾ. അതിലൊക്കെ ആളുകൾക്ക് പോകാം. അങ്ങനെ പല ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അതിലെല്ലാം കറങ്ങി നടന്ന് ഒടുവിൽ ഒത്തുചേർന്ന് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ച് ഒരിടത്ത് കയറി, ഒരു റെസ്റ്റോറൻറ്റ് കയറി ഗംഭീരമായ ഭക്ഷണം കഴിച്ചു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ തീമിലാണ് റെസ്റ്റോറൻറ്റുകൾ പോലും. അതിമനോഹരങ്ങളാണ് അതൊക്കെ. അവിടെ ഭക്ഷണമൊക്കെ കഴിക്കുന്നു. അപ്പോൾ ഭക്ഷണത്തിനൊക്കെ നല്ല നിരക്കാണ്. കാരണം ഇവിടെ സമ്പന്നരായ വരുന്നുള്ളൂ. ഇവിടെ സാധാരണക്കാരും ദരിദ്രവാസികളൊന്നും അങ്ങോട്ട് ചെല്ലാറില്ലാത്തത് കൊണ്ട് തന്നെ നല്ല ഫീസാണ്. പക്ഷേ ആ കാശ് കൂടുതൽ മേടിച്ചിട്ടാണ് ആ നാട്ടിലെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുന്നത്. അതിലൂടെയാണ് ധാരാളം ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നത്. ടൂറിസം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം കൊടുത്ത് ദാരിദ്ര്യം മേടിക്കുന്ന പരിപാടിക്കല്ല പറയുന്നത്. നാട്ടിലേക്ക് വരുമാനം വരണമെങ്കിൽ അന്യരാജ്യക്കാർ വരണം, അന്യദേശക്കാർ വരണം, അന്യ സംസ്ഥാനക്കാരെങ്കിലും വരണം. അവരുടെ പണം കേരളത്തിനുള്ളിലേക്ക് വരണം. സായിപ്പിൻ്റെ പണം ഡോളറുകളായിട്ടോ യൂറോകളായിട്ടോ എന്നായിട്ടോ ഒക്കെ കേരളത്തിലേക്ക് വരുമ്പോഴാണ് കേരളത്തിലെ ടൂറിസം ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറുന്നത്. ഒരിടത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ പൊടിക്കൈകൾ സ്ഥാപിച്ചാൽ അവിടേക്ക് നാട്ടുകാർ ഇത് കാണാൻ ഇരച്ചെത്തുന്നുണ്ടെങ്കിൽ ടൂറിസം വിജയിച്ചു എന്നാണ്. അതല്ല ടൂറിസം. ടൂറിസം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ടൂറിസത്തിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ നിന്ന് മാറി അന്യ നാട്ടിലേക്ക് നടത്തുന്ന ഒരു യാത്രയായിരിക്കണം. അവിടെ ഒരു രാത്രിയെങ്കിലും താമസിക്കുന്നുണ്ടാവണം. അതിനുവേണ്ടി ഫുഡിനും താമസത്തിനും ഒക്കെ വേണ്ടി പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനെ കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട് ടൂറിസത്തിന്. അത് നടത്തി കഴിയുമ്പോഴേ ടൂറിസത്തിലൂടെ വളർച്ച ഉണ്ടാകുന്നുള്ളൂ. നമ്മളിപ്പോഴും പലപ്പോഴും കേരളത്തിൽ ചിന്തിക്കാറുണ്ട്, കേരളത്തിൽ ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്നതായിട്ട് പറയുന്നു, ഇത്രയേറെ വളർച്ച ഉണ്ടായതായി പറയുന്നു, എന്നിട്ട് ഇതൊന്നും നമ്മുടെ നിത്യജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യാത്തത് എന്താ? അതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഇനി യാത്ര തുടരാൻ നേരമായി. ഈ സമയമായപ്പോഴത്തേക്കും